തിരുവനന്തപുരം വഞ്ചിയൂരിൽ വഴിയടച്ച് CPM സമ്മേളനം നടത്തിയതിലെ കോടതിയലക്ഷ്യ നടപടിയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് കൂടുതൽ സമയം അനുവദിച്ച ഹൈക്കോടതി. കോടതിയലക്ഷ്യ നടപടിയിൽ ഈ മാസം 10-ന് നേരിട്ട് ഹാജരാകേണ്ടെന്ന് കോടതി അറിയിച്ചു. പകരം 12-ന് ഉച്ചയ്ക്ക് 4 മണിക്ക് ഹാജരാകാൻ നിർദ്ദേശം നൽകി. അഹമ്മദ് മുസ്തഫ വിശദാംശങ്ങൾ നൽകും. മുസ്തഫ, ഇതിലിപ്പോൾ ഒരു ആശ്വാസം എന്നൊന്നും പറയാൻ കഴിയില്ല. ചെറിയൊരു കാലതാമസം ഇതിനകത്ത് ഉണ്ടാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് അങ്ങനെ ഒരു നടപടിക്ക് കാരണമായത്? തീർച്ചയായും ആശ്വാസം എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ഇളവ് തേടി നേരത്തെ MV ഗോവിന്ദൻ CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി സമർപ്പിച്ച ഈ ഹർജിയിൽ ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ഇളവ് അംഗീകരിച്ചിരിക്കും. ഇളവ് തേടിയുള്ള അപേക്ഷ അംഗീകരിച്ചിരിക്കുന്നുള്ള. നേരത്തെ വഞ്ചിയൂരിൽ നമുക്കറിയാം പാർട്ടി സമ്മേളനം റോഡിന്റെ ഒരു വശം കെട്ടിയടച്ചുള്ള പാർട്ടി സമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ പാർട്ടി നേതാക്കൾ നേരിട്ട് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകുന്നതിന് നേരിട്ട് ഹാജരാകാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് ഈ 10-ാം തീയതിയായിരുന്നു നേരിട്ട് നേതാക്കൾ ഹാജരാകേണ്ടത്. ഈ വഞ്ചിയൂർ മാത്രമല്ല, കൊച്ചി കോർപ്പറേഷന് മുമ്പിലുള്ള സമാനമായ സമരങ്ങൾ ഉൾപ്പെടെയുണ്ട്. ഇത് സംബന്ധിച്ചെല്ലാം ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിവിധ കേസുകളിൽ മുഴുവൻ പാർട്ടി നേതാക്കളും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും നേരിട്ട് കോടതിയിൽ ഹാജരാകണമെന്നായിരുന്നു ഉത്തരവ്. പക്ഷേ 10-ാം തീയതി തൃശൂർ ജില്ലാ സമ്മേളനം നടക്കുന്നതിനാൽ പാർട്ടി പരിപാടി മുൻകൂട്ടി ഫിക്സ് ചെയ്തൊരു പരിപാടി കൂടി ആയതിനാൽ അതിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒരു ഇളവ് തേടി MV ഗോവിന്ദൻ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി 4:30-ക്ക് വിധി പറയാൻ മാറ്റിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത്. പകരം 10-ാം തീയതി MV ഗോവിന്ദൻ ഹാജരാകേണ്ട, മുഴുവൻ നേതാക്കളും അന്ന് ഹാജരാകണം. പക്ഷേ MV ഗോവിന്ദന് ഒരു ഇളവ് അദ്ദേഹത്തിന്റെ അപേക്ഷ പരിഗണിച്ച് കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തോട് 12-ാം തീയതി വൈകിട്ട് 4 മണിക്ക് കോടതിയിൽ നേരിട്ട് ഹാജരാകാനാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. സൈഫുദ്ദീൻ. ശരി മുസ്തഫ.